രാജ്യത്തെ ഏറ്റവും കൂടുതൽ കാലമായി പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിക്കായി ബിജെപി കായംകുളം മണ്ഡലം പ്രസിഡന്റ് ആർ വിനോദിന്റെ നേതൃത്വത്തിൽ വിവിധ ദേവാലയങ്ങളിൽ ആരാധന നടത്തി. കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഐശ്വര്യപൂജയും ഭാഗ്യസൂക്ത അർച്ചനയും നടത്തി. പുതിയിടം ജമാഅത്ത് പള്ളിയിൽ പ്രധാനമന്ത്രിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് ചന്ദ്രതിരി കത്തിക്കുകയും മലങ്കര കത്തോലിക്ക പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുകയും ചെയ്തു. രാജ്യത്ത് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി തുടരുന്ന നരേന്ദ്രമോദിക്കായി വിവിധ ദേവാലയങ്ങളിൽ ബിജെപി കായംകുളം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആർ വിനോദിന്റെ നേതൃത്വത്തിലാണ് പ്രത്യേക ആരാധനകൾ നടത്തിയത്. കായംകുളം പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നരേന്ദ്രമോദിക്കായി സർവൈശ്വര്യ പൂജയും ഭാഗ്യസൂക്താർച്ചനയും നടത്തി. പുതിയിടം ജമാഅത്ത് പള്ളിയിൽ പ്രധാനമന്ത്രിയുടെ ആയുരാരോഗ്യ സൗഖ്യത്തിന് ചന്ദനത്തിരി കത്തിക്കുകയും മലങ്കര കത്തോലിക്ക പള്ളിയിൽ മെഴുകുതിരി കത്തിക്കുകയും ചെയ്തു. 3498 ദിവസം പ്രധാനമന്ത്രി പദത്തിൽ പൂർത്തിയാക്കിയിരിക്കുന്ന നരേന്ദ്രമോദി അഴിമതിരഹിതവും ജനോപകാരപ്രദവുമായ പദ്ധതികളിലൂടെ രാജ്യത്തെ മുന്നോട്ട് നയിക്കുകയാണെന്ന് ആർ വിനോദ് പറഞ്ഞു. നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ 3-ാം പ്രാവശ്യം അധികാരത്തിൽ വരികയും 2 വർഷം പൂർത്തീകരിച്ച് 4399 ദിവസം ദീർഘകാലം പ്രധാനമന്ത്രിയായിട്ടിരുന്ന റെക്കോർഡ് കരസ്ഥമാക്കിയിരിക്കുകയാണ്. ഈ അവസരത്തിൽ നരേന്ദ്രമോദിയിലേക്ക് ആയുരാരോഗ്യ സൗഖ്യത്തിനും ഭരണ തുടർച്ചയ്ക്കും നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കാനും വേണ്ടി കായംകുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുതിയിടം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ വഴിപാടാണ്. നമുക്കറിയാം, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പദ്ധതികൾ, രാജ്യസുരക്ഷ, സാധാരണപ്പെട്ടവന്റെ കണ്ണീരൊപ്പുന്ന പ്രധാനമന്ത്രിയായി വീണ്ടും ഈ അവസരത്തിൽ തിരഞ്ഞെടുക്കപ്പെടണമെന്നും ആണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാവരും കഠിനാധ്വാനമായിട്ട് പ്രയത്നിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ലോക സാമ്പത്തിക ശക്തി 13-ാം സ്ഥാനത്ത് നിന്നും കേവലം 11 വർഷം കൊണ്ട് 4ാമത്തെ സാമ്പത്തിക ശക്തി എന്ന നിലയിൽ രാജ്യത്തെ എത്തിച്ചത് NDA സർക്കാരാണെന്നും ഇതിന് നേതൃത്വം കൊടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്നും ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി കൃഷ്ണകുമാർ രാമദാസ് പറഞ്ഞു. ജനാധിപത്യത്തിലൂടെ അധികാരത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന ഒരു പ്രധാനമന്ത്രി, ഇന്ത്യൻ പ്രധാനമന്ത്രി, അത് ആരാണ് എന്ന് ചോദിച്ചാൽ ഭാരതത്തിന്റെ വിശ്വഗുരു പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദിജിയാണ്. ഏറ്റവും കൂടുതൽ കാലം ഇരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഇനി 2 പേർ മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായി ഇരുന്ന് ചരിത്രം രചിച്ച 2 രാജ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു യൂറോപ്യൻ രാജ്യവും ഒരു ഏഷ്യൻ രാജ്യവും മാത്രമാണ് ഇനി ഇന്ത്യയിൽ ഈ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർദാസ് മോദിജിയുടെ റെക്കോർഡ് മറികടക്കാനുള്ളത്. തീർച്ചയായിട്ടും നിലവിൽ ഏറ്റവും കൂടുതൽ കാലം ഇരുന്ന പ്രധാനമന്ത്രി എന്നതിനോടൊപ്പം ഇന്ത്യ മഹാരാജ്യത്തെ സ്വാതന്ത്ര്യാനന്തരം ഏറ്റവും കൂടുതൽ പദ്ധതികൾ പ്രഖ്യാപിച്ച, ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പ് പദ്ധതികൾ പ്രഖ്യാപിച്ച, രാജ്യത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി ലോകക്രമങ്ങളിൽ മാറ്റിയ പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്ര ദാമോദർദാസ് മോദി. 13ാം സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതിൽ 4ാം സ്ഥാനത്തേക്ക് ഭാരതത്തെ എത്തിക്കുവാൻ മണ്ഡലം ഭാരവാഹികളായ ഓമനാനിൽ രാജശേഖരൻ, രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, സ്റ്റാലിൻ, രാജേഷ് കൊച്ചയ്യത്ത്, പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റുമാരായ സുരേഷ് ആലക്കൽ, വിജയൻ വിനീഷ്, അമ്പിളി ബിജു, രേഖ, അനിത ഷാജി, സിന്ധു കൃഷ്ണൻ തുടങ്ങിയവരും പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.